നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗോപൻ മാസ്റ്റർ. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, മൃദംഗ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇന്ന് കുറച്ച് താളങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കർണാട്ടിക് പദ്ധതിയിൽ നമുക്ക് 7 താളങ്ങളുണ്ട്. ഓക്കെ, അതിനെ സപ്തതാളങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് താളം? അപ്പോൾ എന്താണ് താളം എന്ന് എൻ്റെ ഗുരുഭൂതന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ പറയാം. 2 കൈകളെ കൊണ്ടും താള ദശപ്രാണനെ ആധാരമാക്കി സംയോഗമായും വിയോഗമായും തട്ടുന്നതിന് താളം എന്ന് പറയുന്നു. ഓക്കെ, അതുകൂടാതെ സശബ്ദമായും നിശബ്ദമായും കാലത്തെ അളക്കുന്ന ക്രിയയ്ക്ക് താളമെന്ന് പറയുന്നു. അപ്പോൾ നോക്കിക്കേ, സശബ്ദം ശബ്ദത്തോടു കൂടിയും ശബ്ദമില്ലാതെയും നിശബ്ദം ആയിട്ട് കാലത്തെ അളക്കുന്ന ക്രിയ. കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം. അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞുണ്ടാക്കാം, ഇങ്ങനെ ശരിയാക്കാം. നമുക്ക് പറഞ്ഞ് ദ മെഷറിങ് ഓഫ് ടൈം ഈസ് കോൾഡ് റിതം എന്ന് നമുക്ക് പറയാം ഈസി ആയിട്ട്. അതാണ് ശരി. അപ്പോൾ അത് മെഷർ ചെയ്യാൻ നമ്മുടെ 5 പ്രകാരം സംഗതികളുണ്ട്. 5 സംഗതികളുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. 7 താളങ്ങളുടെ പേര് ആദ്യം പറയാം, അതിനുശേഷം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 7 താളങ്ങൾ: ധ്രുവം, മട്യം, രൂപകം, ജംബ, ത്രിപുട, അട, ഏക. സോറി കേട്ടോ. ധ്രുവം, മട്യം, രൂപകം, ജംബ, ത്രിപുട, അട, ഏക. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അതൊരു വലിയ ഉപകാരപ്പെടും. ഇനി ഈ 7 താളങ്ങളേക്കും ഓരോ താളത്തിനും 5 പിരിവ് വെച്ചിട്ടുണ്ട്. 5 പിരിവ്, അതിൻ്റെ വിഭാഗങ്ങൾ. ഈ 5 പിരിവ് പ്രകാരമാണ് നമ്മൾ താളത്തിൻ്റെ ആ പോക്ക് മനസ്സിലാക്കുക. തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. ഒരു പ്രാവശ്യം കൂടെ പറയാം. തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. അപ്പം തിസ്രം എന്ന് പറഞ്ഞാൽ 3 അതിൻ്റെ വില 3. അതെങ്ങനെ പോവാ? തക്കിട്ട 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 എന്നാ പോവാ. ചതുരസ്രം 4, തക്കത്തിമ്മി 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 ഇങ്ങനെ പോവും. ഖണ്ഡം 5, തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട എന്നിങ്ങനെ പോവും. ഇനി മിശ്രം 7. തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിം തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി അങ്ങനെ പോവും. ഇനി സങ്കീർണം 9. തക്ക ദിമ്മി തക്ക തക്കിട്ട തക്ക ദിമ്മി തക്ക തക്കിട്ട തക്ക ദിമ്മി തക്ക തക്കിട്ട എന്ന് ഇതിൻ്റെ പ്രമാണം. അതായത് ഇങ്ങനെയാണ് അതിൻ്റെ അക്ഷരകാലങ്ങൾ, ഇങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പാട്ടുകളോട് കൂടി ചേർത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു ബുക്കും ഒരു പേനയും വച്ചിരിക്കണം. അപ്പം പറയണത് എഴുതണം. അതുകൂടാതെ എല്ലാവരും ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കണം. പിന്നെയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യൂ. എനിക്ക് ആൾക്കാരെ കൂടണ്ടേ, എങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ അടുത്ത ക്ലാസ് വരെ എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്ക് യു. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗോപൻ മാസ്റ്റർ.